ഹായ് ഹലോ വേഴ്സ് ഞാനാണെങ്കിലേ ഒരു പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കുമിൾ ഉലർത്തിയതാണ്. നോക്കിയേ, കുമിളാണെങ്കിൽ ഞാൻ കൈകൊണ്ട് പിച്ചി പറിച്ചിട്ടേക്കുക കേട്ടോ, അല്ലാതെ കത്തി കൊണ്ടൊന്നും അരിഞ്ഞല്ല, കൈകൊണ്ട് പിച്ചി പറിച്ചിട്ടേക്കുവാണ്. ഇതിനകത്തിലെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിനകത്തിൽ മസാലകളൊക്കെ വളരെ കുറവാണ്, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. ഇതാണെങ്കിൽ നമ്മുടെ സവാളയാണ്. കൊച്ചുള്ളി ചേർക്കുവാണെങ്കിൽ അത്രയും നല്ലത്. നമ്മുടെ വീട്ടിലെ അംഗങ്ങളുടെ ഇതനുസരിച്ച് വേണം നമ്മൾ സവാളയൊക്കെ കൂടുതൽ ചേർക്കണ്ടേ കേട്ടോ. ഇതൊരു 3-4 സവാളയുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടിയും ചതച്ച മുളകും കുറച്ച് ഉപ്പും മാത്രം. ഇതാണ് നമ്മുടെ മസാല. അപ്പം നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം, വായോ. അപ്പോൾ എൻ്റെ എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ അതിനകത്തിലേക്ക് ഈ തേങ്ങാക്കൊത്തൊന്ന് ഇടുവാണേ. തേങ്ങാക്കൊത്തേ ഒത്തിരി ഒന്നും വഴലുണ്ട് കേട്ടോ, ജസ്റ്റ് ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മുടെ സവാള ഇട്ട് കൊടുക്കണേ. സവാള ഇട്ട് കൊടുത്തിട്ട് ഇതും ഒത്തിരി ഒന്നും മൂക്കണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. പിന്നെ നമുക്ക് കുമ്മളിനകത്ത് കിടന്ന് വാടിക്കോളൂ. ഞാൻ വാങ്ങിയ പുതിയ കടായിയാണ് കേട്ടോ. എനിക്കൊരു ഫ്രണ്ട് ഗിഫ്റ്റ് തന്നെന്ന് പറഞ്ഞില്ലേ കടായി, പക്ഷെ നല്ല കടായി കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല, അത്ര നല്ല കടായിയാണ്. നമുക്കാണെങ്കിലേ ഇതാണെങ്കിൽ ഇൻഡക്ഷനിലും വെക്കാൻ പറ്റുമെന്നുള്ളതാണ്. നോക്കിയേ, നമ്മുടെ സവാളയാണെങ്കിലേ ജസ്റ്റ് ഒന്ന് വാടിയ ഇത് അല്ലേ, അത്രേ ആയിട്ടുള്ളേ, ഒത്തിരി ഒന്നും മൂപ്പിക്കൊന്നും വേണ്ട കേട്ടോ. പിന്നെ നമ്മുടെ മസാല നമ്മൾ ഇതിനകത്തിലേക്ക് ഇടുവാണ്. ഉപ്പും ചതച്ച മുളകും പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ഇതിനകത്തോട്ട് ഇട്ടു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ കുമ്പിള് നമ്മൾ വാരി ഇതിനകത്തിലേക്ക് ഇടുക. ഇട്ട് കഴിഞ്ഞ് ഒന്ന് ഇളക്കി ഒന്ന് അടച്ചൊരു 5 മിനിറ്റ് വെച്ച് കഴിയുമ്പോൾ നമ്മുടെ കുമ്പിൾ ഉലർത്തിയത് റെഡിയാവും. നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് ഇതിനകത്തിലെ ഇൻഗ്രീഡിയൻ്റ് എല്ലാം ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഞാനിതൊന്ന് ഇളക്കി യോജിപ്പിച്ച് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാവേ. ഓക്കേ, നമുക്ക് നോക്കാം നമ്മുടെ കൂൺ ഉലർത്തിയത്. നോക്കൂ, നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിനകത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് ചേർക്കാം, ചിക്കൻ മസാലയോ മട്ടൻ മസാലയോ അല്ലെങ്കിൽ മീറ്റ് മസാലയോ, ഏത് മസാല വീട്ടിൽ എന്തെങ്കിലും ഗരം മസാലയോ ഉണ്ടെങ്കിൽ അതും ഇതിൻ്റെ കൂടെ ഒരു ശകലം ഇപ്പം ചേർത്ത് ഇളക്കിയാൽ ഒന്നുകൂടി ടേസ്റ്റാണ്. പക്ഷേങ്കിൽ എനിക്ക് ഇങ്ങനത്തെ ഈ ടേസ്റ്റാണ് ഇഷ്ടം, കാരണം കുമ്മിളിൻ്റെ ആ ഫ്ലേവർ നല്ലതുപോലെ കിട്ടുവേ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കുമ്മിൾ ഉലർത്തിയത് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും 1000 താങ്ക് യു സോ മച്ച്.